പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗദി മൾട്ടിപ്പിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാലും മറ്റുള്ള ആളുകൾക്ക് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറൊന്നല്ല, ഇന്ന് മുതൽ പല വീഡിയോകളിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൗദി മൾട്ടിപ്പിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസ ഇപ്പോൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നത് വെറും 57 ദിവസത്തേക്ക് മാത്രമായിട്ടാണ്. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾക്കറിയാം മൾട്ടിപ്പിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസ സ്റ്റോപ്പ് ആക്കിയതിന് ശേഷവും പല ആളുകൾക്കും 1 ഇയർ തന്നെ അടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകളും 1 ഇയർ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പല ആളുകളും VFSൽ നമ്മുടെ മൾട്ടിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് മുതൽ പല ആളുകൾക്കും കിട്ടിയിട്ടുള്ളത് 57 ദിവസത്തേക്ക് മാത്രമാണ്. ഏകദേശം പറയുകയാണെങ്കിൽ ഏകദേശം 2 മാസത്തോളമാണ് മൾട്ടിപ്പിൾക്ക് ഇപ്പോൾ കിട്ടുന്നത്. പിന്നെ ഇത് എക്സ്റ്റൻഷൻ്റെ കാര്യം നമുക്ക് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കിട്ടിയേക്കാം. എന്തായാലും ഇവിടെ വന്നതിന് ശേഷമേ നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടുമോ എന്നുള്ളത് കാര്യം പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിലവിൽ ഇതിന് മുന്നേ ഞാൻ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുള്ളതാണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിലവിൽ ഇപ്പോൾ മൾട്ടിപ്പിളിൻ്റെ ഫാമിലി വിസിറ്റ് വിസ ഇപ്പോൾ കയ്യിലുള്ള ആളുകൾ, അതായത് സ്റ്റാമ്പ് ചെയ്ത് ഇപ്പോൾ കയ്യിലുള്ള ആളുകൾ ഇവിടെ വന്നതിന് ശേഷമേ അവരുടെ കാര്യവും പറയാൻ പറ്റും. അവർക്ക് 90 ഡേയ്സ് കിട്ടുമോ അല്ലെങ്കിൽ ഇതേപോലെ 57 ദിവസത്തേക്ക് മാത്രമായിട്ടാണോ കിട്ടുക എന്നുള്ളത് അതും നമുക്ക് പറയാൻ പറ്റുന്നതല്ല. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ പറയാൻ പറ്റും നമുക്ക് 90 ഡേയ്സ് കിട്ടുമോ അല്ലെങ്കിൽ 57 ദിവസത്തേക്ക് മാത്രമാണോ കിട്ടുക എന്നുള്ളത്. പിന്നെ പല ആളുകളും പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം മൾട്ടിപ്പിൾ ഫാമിലി വിസിറ്റ് വിസയുടെ ആപ്ലിക്കേഷൻ VFSൽ സബ്മിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. അവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ തലവിൻ്റെ ആകെ വാലിഡിറ്റി എന്ന് പറയുന്നത് വെറും 90 ഡേയ്സ് മാത്രമാണ്. 90 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ ഫാമിലി വിസിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ റിജക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു സുഹൃത്ത് ഇതേപോലെ VFSൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. VFSന്ന് അത് കോൺസുലേറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ കോൺസുലേറ്റ് അത് റിട്ടേൺ ആക്കാനുള്ള കാരണം നിങ്ങളുടെ ഇൻവിറ്റേഷൻ ലെറ്റർ എക്സ്പയർ ആയി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 മാസത്തേക്ക് മാത്രമായിട്ട് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു അപ്ഡേറ്റ് വന്നതിന് ശേഷം നിങ്ങൾ പുതിയൊരു ഇൻവിറ്റേഷൻ അപ്ലൈ ചെയ്യുക, അത് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഏതായാലും നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഇൻവിറ്റേഷൻ ലെറ്റർ 90 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടോ ഉള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക.